ദീപാരാധന തൊഴുതു. മകരവിളക്ക് പൊന്നമ്പലമേട്ടിൽ തെളിഞ്ഞു, അതും തൊഴുതു. അയ്യപ്പസ്വാമിമാർ നിർവൃതിയോടെ ഇവിടെ കാത്തിരുന്ന അയ്യപ്പസ്വാമിമാരെല്ലാം മലയിറങ്ങുകയാണ്. അയ്യപ്പസ്വാമിയെ തിരുവാഭരണ വിഭൂഷണത്തിനായി തൊഴാൻ കാത്തിരുന്ന അയ്യപ്പസ്വാമിമാരെ എല്ലാം ഇപ്പോൾ 18ാം പടി ചവിട്ടാൻ അനുവാദം കൊടുത്തു കഴിഞ്ഞു. അവരെല്ലാം പടി ചവിട്ടി മുകളിലേക്ക് കയറുകയാണ്. പക്ഷേ ദിവിഷ്, നേരത്തെ 6:30 മുതൽ 7 മണി വരെയുള്ള നിമിഷം അത് ശബരിമല സന്നിധാനത്ത് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര അനിർവചനീയമാണ്. കാരണം മകരജ്യോതി തെളിയുന്നതിന് മുൻപ് പൊന്നയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണ പേടകം ശരംകുത്തിയിൽ നിന്ന് വലിയ നടപ്പന്തലിലേക്ക് കടന്നു വന്നപ്പോൾ മുതൽ മുഖരിതമായതാണ് ശരണമന്ത്രങ്ങളാൽ ഈ സന്നിധാനം. അതിനുശേഷം ദീപാരാധന നടക്കുമ്പോൾ അയ്യപ്പ അയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ എന്ന വിളി, അത് കഴിഞ്ഞപ്പോൾ പിന്നൊരു നിശബ്ദതയാണ്. പിന്നെ എല്ലാ കണ്ണുകളും പൊന്നമ്പലമേട്ടിലേക്ക് തലയ്ക്കുമീതെ കൂപ്പുകൈ. പിന്നെ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ശരണമന്ത്രങ്ങൾ ഉയരുന്നത് സുനാമിയേക്കാൾ വലിയ ശബ്ദമായി മാറുകയാണ്. വലിയ ശബ്ദത്തോടു കൂടി ആ ഭക്തിയിൽ ആവാഹിച്ചുകൊണ്ട് ഈ 18 മലകൾക്ക് മുകളിലേക്ക്, ഈ 18 മലകൾക്ക് അപ്പുറത്തേക്ക് ഈ ശരണവിളികൾ മുകളിലേക്ക് പോകുന്നതാണ്. അത് തന്നെയാണ് അയ്യപ്പന്റെ ശക്തി, അത് തന്നെയാണ് അയ്യപ്പന്റെ വിശ്വാസം എന്ന് പറയുന്നത്. ഒരിക്കൽ പോലും ഒരാളുടെയും കണ്ണുകൾ വേറൊരു സ്ഥലത്തേക്ക് പോയിട്ടില്ല. 6:15 മുതൽ ഈ ദീപാരാധന തുടങ്ങിയ സമയം മുതൽ പൊന്നമ്പലമേട്ടിലേക്കാണ് ഓരോ ആൾക്കാരുടെയും കണ്ണുകളെങ്കിൽ അവർക്കെല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്. ആ മലമടക്കുകളിൽ തെളിയുന്ന ആ മലമടക്കുകളിലെ ദീപാരാധന കാണാൻ, മകരവിളക്ക് കാണാൻ. നമ്മൾ 18ാം പടിക്ക് മുകളിൽ കൊടിമര ചുവട്ടിൽ നിന്ന് മകരവിളക്ക് പൊന്നമ്പലമേട്ടിൽ കണ്ടപ്പോൾ താഴെ 18ാം പടിക്ക് താഴെ നിന്നുകൊണ്ട്, ആഴിക്ക് സമീപം നിന്നുകൊണ്ട്, ആൽമരത്തിന് താഴെ നിന്നുകൊണ്ട് അശ്വത്ഥ വിളക്ക് കണ്ടു. അതെങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഒരു പ്രത്യേക അനുഭവം. അനന്തേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുകയില്ല. ഈ പൊന്നമ്പലമേട്ടിലേക്ക് ഇങ്ങനെ കണ്ണേട്ടൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഇങ്ങനെ കണ്ണുകൾ കുറിപ്പിച്ച പൊന്നമ്പലമേട്ടിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അനന്തേട്ടൻ പറഞ്ഞ പോലെ നിശബ്ദതയായിരുന്നല്ലോ, അത് ഭേദിച്ച് പെട്ടെന്നൊരു ശരണം വിളിയുണ്ട്. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എവിടുന്നോ ഒരു ചെറിയൊരു കോൺസെൻട്രേഷൻ മാറി. ആ ശരണം വിളി കേട്ടാണ് ആദ്യത്തെ ആ ദിവ്യജ്യോതി തെളിയുന്നത് ഇങ്ങനെ കാണുന്നത്. പിന്നെ മൂന്നും വളരെ സന്തോഷം. പ്രാവശ്യം അത് കുറച്ചു നേരം, ആദ്യത്തെ പ്രഭയായാലും രണ്ടാമത്തെ പ്രഭയായാലും മൂന്നാമത്തെ പ്രഭയായാലും എല്ലാ അയ്യപ്പന്മാരും കണ്ടോട്ടെ എന്ന മട്ടിൽ ഒരല്പം നേരം നിന്നു. സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല. സാധാരണ ആദ്യത്തെ പ്രഭ ഒന്ന് അലിഞ്ഞങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പൊ എവിടെയാന്ന് മറ്റുള്ളവർ കണ്ടിട്ട് പോലും ഉണ്ടാകില്ല. ഇത്തവണ മൂന്നും അനന്തേട്ടൻ പറഞ്ഞ പോലെ തന്നെ മൂന്നും ഇത്തവണ കൺകുളിർക്കെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അല്ലേ? അതെ അതെ, കാലാവസ്ഥയും അനുകൂലമായിരുന്നു. ഒരുപക്ഷെ മഴ പെയ്യുമോ എന്നുള്ളൊരു സംശയം പലരും പ്രകടിപ്പിച്ചു. പക്ഷെ അന്നേരം നമ്മൾ പറഞ്ഞു ഇവിടെ മഴ പെയ്യില്ല, ഇവിടെ മഴ പെയ്യില്ല, ഒരു തീർത്ഥം പോലെ തളിച്ചങ്ങ് പോകുകയേ ഉള്ളൂ ഈ കാർമേഘങ്ങൾ. ഇവിടെ അയ്യപ്പ സന്നിധിയിൽ ഒരുപാട് ചടങ്ങുകളുണ്ട്, ദീപാരാധനയുണ്ട്, തിരുവാഭരണത്തിന്റെ വരവുണ്ട്, അവിടെ മകരവിളക്കുണ്ട്. അപ്പോൾ ഈ ചടങ്ങുകളൊന്നും കഴിയാതെ മഴ പെയ്യില്ല. ആ ദിവ്യജ്യോതി കാണാൻ വേണ്ടി കാത്തിരിക്കുകയല്ലേ? ഇങ്ങനെ ഒരു മഴ കൊണ്ട് പെയ്ത് ഒലിപ്പിച്ച് കളയാൻ പറ്റുമോ ഈ ഭക്തിയെ? ഒരു കാരണവശാലും ഒരു സ്വാമി എന്നോട് വന്ന് പറഞ്ഞത്, ഞാൻ എത്രയോ വർഷമായി വരുന്നു, പക്ഷേ ഇങ്ങനൊരു കാലാവസ്ഥ, ഈ കാർമേഘങ്ങളുള്ള ഒരു കാലാവസ്ഥ മകരസംക്രമ ദിനത്തിൽ ശബരിമലയിൽ പതിവില്ലല്ലോ ഈശ്വര എന്നാണ്. അപ്പോഴും നമ്മൾ പറഞ്ഞു, സ്വാമി ആശങ്കപ്പെടേണ്ട, ഇത് അയ്യപ്പ സന്നിധിയാണ്, ഇവിടെ നിങ്ങൾ എന്തിനാണോ വന്നത് അത് പൂർത്തീകരിക്കാതെ അയ്യപ്പൻ മടക്കിവിടില്ല എന്ന്. എന്റെ കഴിഞ്ഞ തവണത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, തിരുവാഭരണ പേടകത്തിലൊന്ന് തൊട്ടു തൊഴണമെന്നുള്ളത്. ഇത്തവണ അത് സാധിച്ചു, വളരെയേറെ സന്തോഷം. കണ്ണേട്ടൻ തൊട്ടു തൊഴുതായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ തിരുവാഭരണ പേടകം വന്ന സമയത്ത് ലൈവിലായിരുന്നു. ആ സമയത്ത് എനിക്ക് ഒന്ന് ആ പേടകത്തെ തൊട്ടുവിടാൻ സാധിച്ചു. പക്ഷെ അത് സ്വാമിക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല എന്നാണ് കരുതുന്നത്. അതെ അതെ, പക്ഷെ ഒരുപാട് തവണ തിരുവാഭരണ പേടകത്തെ തൊട്ടിട്ടുണ്ട്. ആ വലിയ നടപ്പന്തലിലും ഇവിടെയൊക്കെ തൊട്ടിട്ടുണ്ട്. ഇന്ന് പക്ഷേ കൊടിമരത്തിന്റെ ഭാഗത്തേക്ക് ആയിപ്പോയതുകൊണ്ടാണ്. സാരമില്ല, എത്രയോ തവണ തൊട്ടിരിക്കുന്നു. ആ സ്പർശത്തിന്റെ ആ അനുഭവം ഇപ്പോഴും ഈ വിരൽത്തുമ്പലുണ്ട്. അത് തിരുവാഭരണ അയ്യപ്പസ്വാമിയെ ചാർത്തി ഒന്ന് കാണാനുള്ള കൊതി ഇപ്പോൾ നിങ്ങൾക്കാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം, അയ്യപ്പസ്വാമിയെ കാണണം. വീരമണി കണ്ഠനായി വിഭൂഷിതനായി, സ്വർണ്ണാഭരണ വിഭൂഷിതനായിരിക്കുന്ന അയ്യപ്പസ്വാമിയെ ഇപ്പോൾ കാണാൻ വേണ്ടി കൊതി തോന്നുന്നു.